സോ ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ആൻസിലറി യൂണിറ്റ്സിന് ഹെൽപ്പ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. മെഷീനറീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരുടെ പ്രൈം മോട്ടീവ്. അതുപോലെ തന്നെ ഈ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് അതുപോലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫീസിൽ നിന്ന് വേണ്ട ഓർഡേഴ്സ് ഒക്കെ എത്രയും വേഗം അവരിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുക. സ്കേഴ്സ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഹോം മാർക്കറ്റിലും അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റിലും ഒരുപോലെ മാർക്കറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ട് ചെയ്യുക, ട്രെയിനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, സ്കേഴ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടും സപ്ലൈയും എൻഷുർ ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് സിഡ്ബി. സിഡ്ബി എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് സിഡ്ബിയുടെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഫൈനാൻസിങ് ആൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഇസ് മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ്, അതായത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് റീഫിനാൻസിങ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എക്സ്റ്റെൻഡഡ്, ദാറ്റ് ഇസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ, ലോൺ എടുക്കുക. അപ്പോൾ റീഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലോൺ എടുത്തതിന് അടയ്ക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡിസ്കൗണ്ടിങ് ആൻഡ് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ആണ്. അത് എന്തിൻ്റെ കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ട് മെഷീനറി വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങൾക്കുള്ള ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക, റീഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കാണ് ഉപകരിക്കേണ്ടത്. ദെൻ സീഡ് ക്യാപിറ്റലിന്റെ എക്സ്റ്റൻഷനും അതുപോലെ തന്നെ സോഫ്റ്റ് ലോൺ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക. അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 5 ലക്ഷം കൊടുത്തു, പക്ഷെ അതുകൊണ്ട് ഇനഫ് ആയിട്ടില്ല, അപ്പോൾ 2 ലക്ഷം കൂടെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് അസിസ്റ്റൻസ് ഒക്കെ ഗ്രാൻഡ് ചെയ്യുക, ലൈക്ക് റീഫിനാൻസിങ് ലോൺസ്, അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് സിഡ്ബി ചെയ്യും വിത്തൗട്ട് ഇന്റർഫിയറിങ് ഇൻ എനി അതർ ഏജൻസീസ് എക്സെട്ര. പിന്നെ ഫാക്ടറിങ് ലീസിങ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ പ്രോഗ്രാംസ്, അതായത് ഫാക്ടറിങ് ലീസിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് വാങ്ങാൻ പറ്റില്ല, അപ്പം അതിന് പകരം ലീസിൽ സാധനം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇഷ്ടം പോലെ സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അതിപ്പോൾ ലോൺ ആവാം, റീഫിനാൻസ് ആവാം, ഡിസ്കൗണ്ടിങ് ആവാം, ഫാക്ടറിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഫങ്ഷൻസ് സിഡ്ബി ചെയ്യുന്നുണ്ട്. ഇനി സിഡ്ബി ഗിവ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഓൾ പ്രോജക്ട്സ് ഇൻ സ്മോൾ സ്കെയിൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, ആർട്ടിസൻസ്, വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഇൻ ടൈനി സെക്ടർ ആൻഡ് small road transport operation by way of free finance through primary lending institutions. അത് നിങ്ങൾ അപ് ടു ഡയറക്റ്റ് അസിസ്റ്റൻസ് വരെ ഒന്ന് മാർക്ക് ചെയ്തോളൂ. ഇതിപ്പോൾ പറഞ്ഞതിനൊക്കെ ഒന്ന് കംപ്രൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട ഏജൻസീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതല്ലെങ്കിൽ ലീസിങ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. സിഡ്ബി എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? സിഡ്ബി ആണ്. ഇനി നെക്സ്റ്റ് വൺ, എല്ലാം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഫംഗ്ഷൻസും ഒരുമിച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സിഡ്ബി. നെക്സ്റ്റ് വൺ, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഇത് 1957 പാർലമെന്റിന്റെ ആക്ട് പ്രകാരമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൂറൽ ഏരിയാസിൽ ഖാദി അതുപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രീസിനെയാണ് ഇവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റൂറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. റൂറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ വഴിയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. തേർഡ് വൺ എന്ന് പറയുന്നത് ആൾക്കാരെ കൂടുതൽ സെൽഫ് റിലയൻസ് ആക്കുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്ട്രോങ് കമ്മ്യൂണിറ്റി ബേസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഫിഫ്ത്ത് വൺ ഇസ് റൂറൽ പോവർട്ടി ഇറാഡിക്കേഷൻ. ഇത്രയാണ്. അപ്പോൾ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേണ്ടത്ര ട്രെയിനിങ് കൊടുക്കുക, റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക, മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, പോസിബിലിറ്റീസ് ഓഫ് എക്സ്പോർട്സ് അവരെ അറിയിക്കുക, കൺസൾട്ടൻസി കൊടുക്കുക, ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, R&D അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ is സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇതിനകത്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആയിട്ട് സെറ്റപ്പ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവർ കൂടുതൽ കൺസൾട്ടൻസിക്കും ട്രെയിനിങ്ങിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ സ്മോൾ ഓൺടർപ്രണേഴ്സിന് കൂടുതലായിട്ട് അവർക്ക് കൺസൾട്ടൻസി കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇക്കണോമിക് ആൻഡ് മാനേജീരിയൽ കൺസൾട്ടൻസി, അതായത് ഏത് ടെക്നോളജി യൂസ് ചെയ്യണം, ഏറ്റവും ചീപ്പായിട്ട് ഏത് ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സോപ്പ് കമ്പനി ഉണ്ടാക്കുന്ന ടെക്നോളജി ആവില്ല ഒരു ചപ്പൽ മേക്കിംഗ് കമ്പനി ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ മാനേജറിയൽ കൺസൾട്ടൻസിയും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ കോമൺ ഫെസിലിറ്റി വർക്ക്ഷോപ്പ് ഫെസിലിറ്റീസ് അവർ റീസണബിൾ ചാർജിൽ വർക്ക്ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് പ്ലാൻ സ്റ്റഡീസ് ആണ് അവർ കൊടുക്കുക. ഒരു സ്ഥലം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പ്രൊഡക്ഷൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ടാവാം, അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഭാവിയിൽ ഫേസ് ചെയ്യാം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ സിക്ക് യൂണിറ്റ്സിന്റെ റീഹാബിലേഷന് വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻസിലറി ഇൻഡസ്ട്രീസ്, അതായത് ചെറിയ യൂണിറ്റ്സ് ആയിട്ട് ചെറിയ ചെറിയ പാർട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോഡേണൈസേഷൻ കൊണ്ടുവരാനും ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ കൊണ്ടുവരാനും ക്വാളിറ്റി കൺട്രോൾ, പൊല്യൂഷൻ കൺട്രോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് പോളിസീസ് ഒക്കെ അഡ്വൈസ് ചെയ്യുന്ന എന്തൊക്കെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ചെയ്യാം എന്നുള്ളത് അവരെ എൻഷുർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എക്യുപ്മെന്റ് ആക്സസറീസ് ഒക്കെ എങ്ങനെ നമ്മൾ മേടിക്കണം, ഏത് വാങ്ങണം, ടെക്നിക്കൽ ഗൈഡൻസ്, വേസ്റ്റേജ് ഇല്ലാണ്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, എക്കണോമിക് സർവേസ് കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വേരിയസ് പ്രോഗ്രാംസ് ഈ വർക്കേഴ്സിന് വേണ്ടിയിട്ട് സ്കിൽഡ് വർക്കേഴ്സ് ആവാനായിട്ട് ഉള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതും കൂടി ഇവർ ഫങ്ഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തേക്കുള്ള ക്ലാസ്. നിങ്ങളുടെ അസൈൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മേജർ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ദാറ്റ് ഇസ് സിഡ്കോ, അതുപോലെ തന്നെ സിഡ്കോയുടെ ഫങ്ഷൻസ്, സിഡ്ബി. ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പൊ നിങ്ങളുടെ ടാസ്ക് ഇതാണ്. നിങ്ങൾ സിഡ്കോയും സിഡ്ബിനെയും കുറിച്ച് ഒരു 200 വേർഡ്സിൽ 2 ഷോർട്ട് എസ്സേ എഴുതിയിട്ട് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യണം. ഞാൻ ലിങ്ക് ഇടും, അപ്പോൾ നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്യണം. പ്ലസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറാത്തവരാണെങ്കിൽ അപ്പോൾ ഇന്ന് തന്നെ കയറിയിട്ട് ആ ലിങ്കിൽ കയറിയിട്ട് അറ്റാച്ച് ചെയ്യണം കേട്ടോ. താങ്ക്